വീട്ടിലെ ഫ്രിഡ്ജിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ചാത്തയിടത്തുപറമ്പിലുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന യുവ ദമ്പതികളുടെ മുറിയിലാണ് 3 മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അഞ്ജുരാജാണ് ചേരുന്നത്. അഞ്ജുരാജ, എന്താണ് സംഭവം? എന്റെ സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഈ യുവ ദമ്പതികൾ എന്ന് പറയുന്ന അവർ ആ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം ആ ഒരു ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച് ഇവർ കിടന്നുറങ്ങിയ? ഇവരെങ്ങനെയാണ് ആ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹവും അത് സൂക്ഷിച്ച് കിടന്നുറങ്ങിയത്? കാര്യം എനിക്ക് ഇത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊരു ഭീകരമായ മനുഷ്യരാണ് നമുക്ക് ചുറ്റും ആലോചിച്ച് നോക്കിയേ. ഈ ഒരു വാർത്ത അത്ര സിമ്പിളായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്. നമ്മുടെ കേരളത്തില് ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കൂടി വരുന്നുണ്ട്. ചില ആളുകളെല്ലാം ഈ ഒരു പുതിയ ഒരു ആരോഗ്യ സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഈ പരിശോധന രീതികളൊക്കെ ചില ആളുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് തീവ്ര ചിന്താഗതിയുള്ള ചില ആളുകളൊക്കെയാണ്, മതചിന്താഗതിയുള്ള ആളുകളൊക്കെയാണ് അത് ഫോളോ ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾ ആസ്പത്രിയിൽ കാണിക്കാൻ പാടില്ല, അവര് വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കണം, അതിലാണ് ഏറ്റവും പരിശുദ്ധതയുള്ളത്, അതാണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എല്ലാ വൃത്തികേടുകളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊപ്പമാണ് നമ്മുടെ കൊടുങ്ങിൽ ഒരു 3 മാസത്തോളം പ്രായമുള്ളൊരു കുഞ്ഞ്, ഒരുപക്ഷെ അതിനൊക്കെ നമ്മൾ പറയാ ചാപ്പിള്ള എന്ന പരിപൂർണമായിട്ട് വളർച്ചയെത്താത്തൊരു കുഞ്ഞ്, ആ കുഞ്ഞ് ജനിച്ചിട്ട് അതിന്റെ മൃതശരീരം ആ ഒരു വീട്ടിലെ ഉള്ളിൽ തന്നെയുള്ള ഒരു പെട്ടിയിൽ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഒരു രഹസ്യ വിവരം പുറത്തു കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ്, അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടെത്തിയതെന്ന് ഇപ്പൊ പോലീസിൽ പറയുന്നത്. ആരാണ് രഹസ്യ വിവരം പുറത്തു കൊടുത്തതെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊരു ഭീകരമായ സംഭവമാണ്. പലവിധ കഥകൾ ഇതിന് പുറകിൽ ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. 2 യുവ ദമ്പതികളാന്ന് പറയുന്നു. അവര് ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ്. ഇവര് ഈ കുഞ്ഞ് ജനിച്ചപ്പോഴോ പ്രായം തെറ്റി ജനിക്കുമെന്ന് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഒന്ന് കേൾക്കാം നമുക്കത്. ഫ്രിഡ്ജിൽ നിന്നുമാണ് ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ചാത്തകത്തുപുറമിലുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന യുവ ദമ്പതികളുടെ മുറിയിൽ നിന്നുമാണ് 3 മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഫ്രിഡ്ജിൽ ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി പോലീസ് നടത്തിയ പരിശോധനയാണ് മൃതദേഹം കണ്ടെത്തിയത്. താൻ 3 മാസം ഗർഭിണിയായിരുന്നതായും ഇക്കഴിഞ്ഞ 20-ാം തീയതി വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാസം തികയാതെ പ്രസവിക്കുകയും നഴ്സിംഗ് പഠിച്ചിട്ടുള്ളതിനാൽ ഭ്രൂണം സ്വയം വേർപെടുത്തുകയും ചെയ്തതായി മൊഴി നൽകിയിട്ടുണ്ട്. ഭ്രൂണം കളയാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതെന്ന് യുവതി പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇതാണ് ഏറ്റവും ഭീകരമായ സംശയം ഉണ്ടാവുന്നത്. ഒരു കുഞ്ഞ് പ്രായം തെറ്റാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരു പെൺകുട്ടി അവർ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട് എന്നതിനാൽ അവർ ആ സ്വയം ഭ്രൂണം റിമൂവ് ചെയ്യുന്നു. പക്ഷെ ആ റിമൂവ് ചെയ്ത ഭ്രൂണം അവർക്ക് കളയാനുള്ളൊരു അവസരം കിട്ടിയില്ല. അത് കളയാനുള്ള ഒരു അവസരം കിട്ടിയതെങ്കിൽ ഇതൊരു മനുഷ്യജീവി അറിയില്ല. എന്റെ സുഹൃത്തുക്കളെ, ഇത്തരം സിറ്റുവേഷനിലൊക്കെ നമ്മൾ ചെയ്യുക സ്വാഭാവികമായിട്ടും അനിതര സാധാരണമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നേരെ ഹോസ്പിറ്റൽസിൽ അറിയിക്കും, ഏതെങ്കിലും ഡോക്ടേഴ്സിനെ അറിയിക്കും, ഏതെങ്കിലും ഒരു നഴ്സിംഗ് ഹോമിൽ നമ്മൾ വിളിച്ചറിയിക്കും, എനിക്ക് ഇങ്ങനെ ഉണ്ടായി, ഞാൻ മാസം തെറ്റാതെ പ്രസവിച്ചു, ഞാൻ തന്നെ അത് ഭ്രൂണം റിമൂവ് ചെയ്തു, കുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നു, എനിക്ക് നിങ്ങൾ ഹെൽപ്പ് വേണം. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇത് മറവ് ചെയ്യണ്ടേ? വേണ്ടേ? അപ്പൊ വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ ആളുകൾ വിളിക്കില്ലേ, ഹോസ്പിറ്റലിൽ അറിയിക്കില്ലേ? ഹോസ്പിറ്റലിൽ അറിയിച്ച് അവർ വരില്ലേ? ഏറ്റവും പുതിയ ആളുകളല്ലേ, ഈ അടുത്ത് പോകാൻ കഴിഞ്ഞ ആളുകൾ എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കില്ലേ? അങ്ങനെ വിവരവും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിക്കുകയോ, സിസ്റ്റത്തെ, നമ്മളുള്ള സിസ്റ്റം എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, പോലീസ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. അത്ര സിസ്റ്റം ഒന്നും അറിയാതെ ഈ ഒരു ഭ്രൂണം ഞാൻ കുഴിച്ചിടുകയാണെങ്കിൽ അത് കൊലപാതകമാണെന്നും അല്ലെങ്കിൽ കൊലപാതക കുറ്റത്തിന് ഉതകുന്ന തരത്തിലൊരു ക്രൈമാണെന്നൊക്കെ മനസ്സിലാക്കാൻ മാത്രം തക്ക ബോധമുള്ള ആളുകളല്ല ഇവർ. അല്ലെങ്കിൽ ഈ 2 പേരും എന്തെങ്കിലും സംതിങ് വേറെ വലിയ ഇഷ്യൂസിന്റെ ഭാഗമായിട്ട് വിവാഹം കഴിച്ചവരാണോ? ദാറ്റ് മീൻസ് വീട്ടുകാരറിയാതെ 2 പേരും ഒരുമിച്ച് താമസിക്കുമായിരുന്നു, ലിവിങ് ടുഗദർ ആയിരുന്നു. അതിനിടയ്ക്ക് അവര് ഗർഭിണിയായി പോകുന്നു. 3-ാമത്തെ മാസത്തിൽ ഒരുപക്ഷെ അവരെ ഗർഭം അലസിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഭ്രൂണം പുറത്തു വരുന്നു. അതെടുത്തിട്ട് അവർ പെട്ടിലായിട്ട് അകത്തെവിടെയൊക്കെ സൂക്ഷിച്ചായിരിക്കും. സൂക്ഷിച്ചതാണെങ്കിലും ഏകദേശം ഒരു കുഞ്ഞിന്റെ എന്തെങ്കിലും ചെറിയ കഷ്ണക്കായ ഉണ്ടാവില്ലേ, അത് കണ്ടു കിടക്കുക. ആ രാത്രികൾ തന്നെ അതേ വീട്ടിൽ തന്നെ കിടന്നുറങ്ങാന്ന് പറയുന്നത് എന്ത് മനസ്സാണ് ഇവർക്കൊക്കെ ഉള്ളതെന്നാണ് ഞാനത് ആലോചിക്കുന്നത് കേട്ടോ. നമുക്കൊന്നും നേരം പോലെ ഉറക്കം വരില്ല.
തീർന്നു പോയില്ല നമ്മുടെ മനസ്സൊക്കെ. എന്നിട്ട് ഇവർക്ക് അതിനൊക്കെ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഉണ്ടല്ലോ, ഇത്തരം ആളുകളൊക്കെ നമ്മൾ കൈ കൂപ്പി തൊഴണം. ഇവന്മാരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്കൊരു സിസ്റ്റം ഉള്ളത് അറിയില്ലേ? നേരിട്ട് ഹോസ്പിറ്റലിൽ അറിയിക്കണ്ടേ? ഹോസ്പിറ്റലുകാർ വരില്ലേ? അവർ പരിശോധിക്കില്ലേ? ഇതെന്താ എങ്ങനെ സംഭവിച്ചെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ലേ? എന്തൊക്കെയായാലും ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കണമെങ്കിൽ ചിലപ്പോൾ അതിനും സാധ്യതകളൊക്കെ നമുക്കുണ്ടായിരുന്നില്ലേ? ആ സാധ്യതകളെല്ലാം മറച്ചു വെച്ചിട്ട് ഇവർ ചെയ്തെങ്കിൽ ഇതിന് പുറകിൽ ഇവർക്ക് മറച്ചു വെക്കാൻ എന്തൊക്കെയോ ഉണ്ട് എന്നർത്ഥം. വേറെ ഒന്നുമില്ല. ഇത് ഇത്ര അധികം രഹസ്യമായിട്ട് ഇവർക്ക് സൂക്ഷിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഇവർക്ക് ഉള്ളിൽ ഇവർക്ക് പരസ്പരം എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്. അത് ആരിൽ നിന്നാണ് മറച്ചു വെക്കാനുള്ളത്? എന്താണ് മറച്ചു വെക്കാനുള്ളത്? അതോ ഇങ്ങനത്തെ ഈ ഒരു പ്രസവം നടന്നു എന്നുള്ള സിറ്റുവേഷൻ ആണോ? സ്വാഭാവികമായിട്ട് ഇനി വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു പ്രസവമാണെങ്കിൽ, വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു ഗർഭം ധരിക്കലാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടുകാർക്ക് ഇത് അറിയില്ലേ? ഗർഭം ധരിച്ച അവസ്ഥ അപ്പൊ തന്നെ എല്ലാവരും അറിയില്ലേ? പിന്നീട് എന്താ സംഭവിക്കുക? ഓരോ മാസവും വീട്ടുകാരെ കാത്തിരിക്കും. അപ്പൊ ഒരു 9 മാസം 8 മാസമൊക്കെ ആകുമ്പോഴത്തേന് വീട്ടുകാരൊക്കെ എന്തായാലും അറിയില്ലേ എന്താണ് വയറ് വലുതാവാത്തത് എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കില്ലേ? ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതല്ലേ? ഇതൊന്നുമില്ലാതെ ആരും ഈ ഭാവിയിൽ ഇത് കണ്ടെത്തില്ല എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഇവർ ചെയ്തതെങ്കിൽ എന്തിന് എന്നുള്ളതാണ്. എന്തിനത് ചെയ്തു? ഇത് പുറത്തെടുത്ത് കഴിഞ്ഞിട്ടും, ഭ്രൂണം പുറത്തെടുത്ത് കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഹോസ്പിറ്റൽസിനെ അറിയിച്ചില്ല? ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എന്തുകൊണ്ട് അറിയിച്ചില്ല? എന്താണ് ഇവർക്ക് മറച്ചു വെക്കാനുള്ളത്? എന്താണ് ഇവരുടെ കഥ? അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ. ഇതിനെപ്പറ്റി വീണ്ടും വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് കഥകൾ എത്താനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇത് ഇവിടെ എങ്ങനെ അങ്ങോട്ട് സിമ്പിളായിട്ട് അവർ പറയുന്ന കഥ മാത്രം വിശ്വസിച്ച് പോകാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. ബൈ.